ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങളിന്ന് പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അതൊരു ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുക്കുന്നതാണ്. ഞാൻ ഇത്ര ദിവസം എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് എത്തിയുള്ളൂ. അപ്പോൾ ഇന്ന് ഞങ്ങളാണെങ്കിൽ കുർബാനയ്ക്ക് പോയിട്ടില്ല. അപ്പോൾ എന്നാൽ പിന്നെ കുർബാനയ്ക്ക് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ അടുത്ത് ഒരു വേളാങ്കണ്ണി മാതാവിൻ്റെ പള്ളിയുണ്ട്. അപ്പോൾ അവിടെയാണെങ്കിൽ പെരുന്നാളാണെന്ന് പറയണ കേട്ടു. എന്നാൽ പിന്നെ അങ്ങോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോകാൻ ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങോട്ടാണെങ്കിൽ കുറച്ചധികം ദൂരമുണ്ട്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു എന്തായാലും വണ്ടി എടുക്കണ്ട, ഒരു നടത്തം കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് വണ്ടി ഒന്നും എടുത്തില്ല കേട്ടോ. പോകുന്ന വഴി അപ്പോൾ നല്ലൊരു വീട് കണ്ടു കേട്ടോ. അതാണെങ്കിൽ ഫുൾ പച്ചപ്പ് ചെടികളൊക്കെ ആയിട്ട്, അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്താണ് കേട്ടോ. പിന്നെ കുറേ പേര് ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു കേട്ടോ, ഇപ്പോൾ എത്രാമത്തെ മാസമാണ്, പ്രഗ്നൻ്റ് ആണല്ലോ. അപ്പോൾ എനിക്കിതിപ്പോൾ 8ാം മാസമാണ്. അപ്പോൾ അടുത്ത മാസമാണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്, ഒക്ടോബറിലാണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുപോലെ 7ാം മാസത്തിലെ ഒരു കൂട്ടിക്കൊണ്ട് പോകുന്ന ചടങ്ങുണ്ടല്ലോ, പ്രസവത്തിന് കൊണ്ടുപോകുന്ന ചടങ്ങ്. അപ്പോൾ അത് നടത്തില്ലെന്നും കുറേ പേര് ചോദിച്ചു കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും കണ്ടില്ല. അപ്പോൾ അത് നടത്തിയിട്ടില്ല. അത് ഞങ്ങൾ ഈ വരുന്ന ദിവസങ്ങളിൽ നടത്താനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ 7ാം മാസം എന്ന് മാറ്റി 9ാം മാസത്തിലേക്കാണ് ഞങ്ങൾ ആക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ വഴിയേ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല ലൈറ്റ് കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ചേട്ടൻ്റെ കുറച്ച് വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ വേളാങ്കണ്ണി പള്ളി. അവിടെ 5 മണിക്കാണ് കുർബാന എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. പക്ഷേ 5 മണിക്കായിരുന്നില്ല, 6 മണിക്കായിരുന്നു കുർബാന. അപ്പോൾ ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കുർബാന തുടങ്ങുന്നതിന് മുമ്പ് ചേട്ടൻ കുറച്ച് വീഡിയോസ് എടുത്താണ് കേട്ടോ. അവിടെ പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ നല്ല രീതിയിലുള്ള ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് പെരുന്നാളായ കാരണം മാല ബൾബ് ഇട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ അങ്ങനെ വീഡിയോ എടുത്താണ് കേട്ടോ. കാണുമ്പോൾ ഈ പള്ളി വളരെ ചെറുതാണെങ്കിലും കുറേ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അകത്ത് നിൽക്കാൻ സ്ഥലം ഉണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ പുറത്താണ് നിൽക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ പള്ളിയിലോട്ട് പോകുന്നത് കേട്ടോ. ചേട്ടൻ ഇതിനു മുമ്പ് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ മാതാവ് ഭയങ്കര അത്ഭുത പ്രവൃത്തിയായ മാതാവാണ്, നമ്മൾ വിചാരിച്ച കാര്യം നടത്തി തരാൻ സിദ്ധിയുള്ള മാതാവാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് കാരണം തന്നെ ഏതൊരു കാര്യം വിചാരിച്ചാലും അതൊക്കെ നടത്തി തരുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നന്നായി പ്രാർത്ഥിച്ചോളാൻ അവിടുത്തെ ചേച്ചിമാരൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ കുർബാന തുടങ്ങിയിട്ടുണ്ട്. ഇനി കുർബാന കഴിഞ്ഞിട്ട് കാണാം. പിന്നെ അവിടെ കുർബാന കഴിഞ്ഞിട്ട് പ്രദക്ഷിണ ഇറങ്ങലായിരുന്നു. അപ്പോൾ മാതാവിനെയും കൊണ്ട് പ്രദക്ഷിണമായിട്ട് ഇറങ്ങലായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് ചെറിയ ശിങ്കാരിമേളം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയാണെങ്കിൽ കുറേ ചേച്ചിമാർ സെറ്റ് മുണ്ട് സെറ്റ് സാരി കൊടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചിമാരുണ്ട് അമ്മമാരുണ്ട് കേട്ടോ. അപ്പോൾ മാതാവിൻ്റെ ദിവസം ആയതുകൊണ്ടാണ് അവർ യൂണിഫോം സാരി കൊടുത്ത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ പ്രദക്ഷിണം കയറുന്ന സമയമായിട്ടുണ്ട്. പ്രദക്ഷിണം ഇറങ്ങി തിരിച്ചു വരാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ അവിടുത്തെ വേളാങ്കണ്ണി മാതാവ്. വളരെയധികം അത്ഭുത പ്രവർത്തിയായ മാതാവാണ്. അപ്പോൾ മാതാവിന് സാരിയൊക്കെ ഉടുപ്പിച്ച് അങ്ങനെ പ്രദക്ഷിണം കയറാണ് കേട്ടോ. പ്രദക്ഷിണം കയറുന്ന സമയത്ത് അവിടെ കുറച്ച് ചേട്ടന്മാർ കമ്പിത്തിരി കത്തിക്കലും പടക്കം പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ പള്ളിയിലെ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് സൂപ്പർ മാർക്കറ്റിലാണ്. കുറച്ച് സാധനങ്ങൾ എന്നത്തെയും പോലെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മേടിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.